കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ചില സജഷൻസ് ആണ്, പിന്നെ ചില എക്സ്പീരിയൻസ്. അപ്പം അതിൻ്റെ താഴെ, നേരത്തെ വീഡിയോയുടെ താഴെ, കേരളത്തിലെ വിദ്യാഭ്യാസം എപ്പോഴും ആടെയാണ് കൂടെയാണ്, അതാണ് ഇതാണ്, ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, അതായത് പ്രൈമറി. അത് ഞാൻ ആശാമ്പള്ളി കൊടുത്ത് ആദ്യം പഠിച്ചത്, നേരത്തെ എടുത്ത്. പിന്നെ അവിടെ ഗവൺമെൻറ് നെടുമ്പറമ്പ് LPS സ്കൂളിൽ, പിന്നെ സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിൽ, അവിടെ ഞാൻ പഠിച്ചത്. ബേസിക്കലി ഞാൻ സ്കൂളിൽ മണ്ടനായിരുന്നു. കാരണം എന്നെ ടീച്ചേഴ്സ് മുഴുവനും അവരുടെ ധാരണ എനിക്ക് പഠിക്കാൻ അറിയത്തില്ല, ഞാൻ മണ്ടനായിരുന്നു. ബേസിക്കലി എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു, സത്യം. അപ്പം അതും ഞാൻ സ്വയമേ മനസ്സിലാക്കിയത് പിന്നീടാണ്. ഇപ്പം ടീച്ചേഴ്സിൻ്റെ ധാരണ ഞാൻ മണ്ടനാണെന്ന്. നമ്മുടെ ഞാൻ ഡിഗ്രി തോറ്റയാളോ. കാരണം എന്നെ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കെന്നെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചതിന്. അങ്ങനെയുള്ള ടീച്ചിങ് ഫാക്കൽറ്റിയോ അതിനുള്ള സ്വഭാവമുള്ള ടീച്ചേഴ്സോ കേരളത്തിലില്ല. അതുകൊണ്ട് എൻ്റെ 2 കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. 2 പേരും ഡ്രോപ്പ് ഔട്ടാണ്. പിന്നീട് പ്രൈവറ്റായിട്ട് എഴുതിയാണ് പഠിച്ച് 2 പേരും മിടുക്കരാ. അതതിൻ്റെ കാര്യം. ഞാൻ മറ്റൊരു ടോപ്പിക്ക് പറയുന്നത്, അതായത് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സ്കോളർ തന്നെയാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, കേരള പോലീസിൻ്റെ DGP. ഇപ്പം പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ കയറുന്ന സമയത്ത് അപ്പം അദ്ദേഹം, കാരണം CPM-ഉമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് ഇദ്ദേഹം, കണ്ണൂരൊക്കെ SP ആയിട്ടിരുന്നു. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചില കാര്യം പൊട്ടത്തരം വിളിച്ചു പറയും. ഐസ്ക്രീം കഴിച്ചാൽ പഠിക്കാൻ പറ്റും, യൂണിവേഴ്സിറ്റിയുടെ തെക്കോട്ട് നോക്കിയാൽ പഠിക്കുക, ചുമ്മാ വിഡ്ഢിത്തരം പറയുന്ന അയാൾ. പക്ഷേ ഇയാൾ ആൾ ഭയങ്കര സ്കോളറാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ജീനിയസ് ആണ് പുള്ളി. എല്ലാത്തിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയും, അതേപോലെ ചിലപ്പോൾ പൊട്ടത്തരം പറയുകയും ചെയ്യും. അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ നല്ലൊരു ബന്ധമുള്ള സംസാരവും, പുള്ളിക്കും എന്നെ താല്പര്യമുണ്ട്, എനിക്കും പുള്ളി പറയുന്ന കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. അദ്ദേഹം പിണറായി വിജയൻ മന്ത്രിസഭ ഒന്നാം അധികാരത്തിൽ കയറി പറഞ്ഞൊരു സംഭവമുണ്ട്. ഗവൺമെൻറ് അഡ്വൈസ് ചെയ്തു, നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തെ തുടരുത്, വിദ്യാഭ്യാസം കംപ്ലീറ്റ് മാറണം. കാരണം അദ്ദേഹത്തിൻ്റെ മകളും ഒരു കോളേജ് അധ്യാപികയാണ് ബാംഗ്ലൂർ. കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ കുളവാക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അവരതിനെ കുളവാക്കി നാശമാക്കി. അതായത് അലക്സാണ്ടർ സാറ് തന്നെ പറയുന്നു, ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും വിദ്യാഭ്യാസത്തെ കുളവാക്കി. കേരളം ആരൊക്കെയാണ് ഈ അടുത്ത 20 കൊല്ലം ഭരിച്ചത്, ഇൻക്ലൂഡിങ് UDF ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചു. അദ്ദേഹം ഓരോന്ന് എടുത്തെടുത്ത് പറയും. ഇത് ഞങ്ങൾ പറഞ്ഞത് ഓഫ് ദ റെക്കോർഡാണ്, ടോക്സ്. നിങ്ങൾക്ക് പലരെയും വിളിച്ചു ചോദിക്കാം അദ്ദേഹം എന്തൊക്കെ എന്നോട് പറഞ്ഞത്. അദ്ദേഹം പബ്ലിക്കായിട്ട് പറയാൻ തയ്യാറല്ല. പക്ഷേ ഞാനത് പബ്ലിക്കായിട്ട് പറയാം. കാരണം അതിനി ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് തുറന്നങ്ങ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ഉണ്ണികൃഷ്ണൻ ഒരു സംഭവമുണ്ട്. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ച അവസാനം കേരളത്തിലെ തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് ഇരുന്നു. പിന്നീട് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെയാണ്. ആള് പഠിക്കുന്ന സമയത്ത് ഭയങ്കര മിടുക്കലായിരുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണി അണ്ണൻ എന്ന് വിളിക്കും, ഞാനും അത് വിളിക്കും. ഇപ്പം ഉണ്ടായ സംഭവം, പുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര കേസ് സ്റ്റഡിയാണ് പുള്ളിയെ പറ്റി. അത് ഏറ്റവും മിടുക്കനായ ഫിസിക്സ് അധ്യാപകനായിരുന്നു. അവിടെ ട്യൂഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്തും മിടുക്കനായിരുന്നു. പിന്നീട് കോളേജ് അധ്യാപകനായിട്ട് തിരുവനന്തപുരത്തൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള KSUകാരുമായിട്ട് അതിൻ്റെ പ്രശ്നമായി. എന്നിട്ട് ഇയാളെ ക്ലാസ്സിൽ പഠിപ്പിക്കത്തില്ലെന്നൊക്കെ വലിയ പ്രശ്നമായി. അപ്പം എന്നോടൊരു അത്യാവശ്യമായിട്ട് വിളിച്ച് പറഞ്ഞു, നീ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ വരണം, ഇവിടെ ഉമ്മൻചാണ്ടിയെ കണ്ടൊന്ന് സംസാരിക്കണം, എന്നെ KSUകാർ അടുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്നും പറഞ്ഞ് അത്യാവശ്യമായിട്ട് വന്ന് ഉമ്മൻചാണ്ടിയെ കൊണ്ട് പരിചയപ്പെടുത്തി. എന്നിട്ട് ഉമ്മൻചാണ്ടി അവിടെ വിളിച്ച് KSUകാരോട് സംസാരിച്ചിട്ട് ഈ സംഭവം അങ്ങ് സെറ്റിൽ ചെയ്തു. പിന്നീട് ഉണ്ണിയിലുണ്ടായ മാറ്റം അത് പക്ക അന്തം കമ്മിയായിട്ടങ്ങ് മാറി. അതായത് പിന്നീട് ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ ഈ അധ്യാപകരുടെ യൂണിയൻ, അത് ഇത്
പിന്നീട് സിൻഡിക്കേറ്റ് മെമ്പർ, ചിലപ്പോൾ അയാളെ പിടിച്ചാൽ പിണറായി വിജയൻ അടുത്ത പ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാൻ സാധ്യതയുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ അധ്യാപകൻ പക്ക അന്തം കമ്മിയായിട്ട് മാറി. അത് ഏറ്റവും മിടുക്കനായ അധ്യാപകനായിരുന്നു. എന്താ കാര്യം? കാരണം അയാൾക്ക് പിടികിട്ടി യൂണിയൻ്റെ അകത്തുനിന്ന് നിന്നില്ലെങ്കിൽ ഇയാൾക്ക് ജോബ് സെക്യൂരിറ്റി പോലും പ്രശ്നമാകും. ഞാൻ ഉണ്ണിയോട് എല്ലാ ബഹുമാനത്തോടു കൂടെ പറയുകയാണ്, അവൻ സ്വയമേ അങ്ങ് നശിച്ചു. അതായത് ഗവൺമെൻറ് പറയുന്നതും ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ, ഈ പൊളിറ്റീഷ്യൻസ്, വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരൻ പറയുന്ന ഒരു നാലാം കിട അധ്യാപകനായിട്ട് മാറി. ഏറ്റവും ട്രാക്ക് റെക്കോർഡ് നോക്കണം. പുള്ളിയുടെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഞാൻ ഉണ്ണിയുടെ കാര്യം പറയുന്നതിൻ്റെ കാര്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെ പറ്റി പറയുന്ന സംഭവത്തിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നൊരു ടോപ്പിക് ഇത് എനിക്ക് നേരിട്ടറിയാവുന്ന. ഉണ്ണി ഇന്നും ഇവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവനെ വിളിച്ച് ചോദിക്കാം. ഞാൻ തുറന്നങ്ങ് പറയാം, ഉണ്ണിക്ക് ഇപ്പം ഈ വീഡിയോയിൽ ഈ കണ്ടന്റ് കേൾക്കുമ്പോൾ അവന് ഇഷ്ടപ്പെടുത്തില്ല. പക്ഷെ സത്യം ഇത് തന്നെ. അതായത് പക്ക അന്തം കമ്മിയായിട്ട് ഏറ്റവും തറ രീതിയിലുള്ള രാഷ്ട്രീയം കളിക്കുന്ന ഏറ്റവും മിടുക്കനായിരുന്ന അധ്യാപകൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. മറ്റൊരു സംഭവം പറയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു അജികുമാർ 2 ദിവസം മുമ്പ് അവൻ്റെ വീട് ഞാൻ കാണാൻ പോയി. കോളേജിലൊക്കെ പഠിച്ചൊരു വലിയ SFI-കാരനായിരുന്നു. ഇവൻ്റെ ജ്യേഷ്ഠൻ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, സുധാകരൻ 2 പ്രാവശ്യം. അപ്പോൾ അത് കഴിഞ്ഞ് സുവോളജി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇവനോട് ഇംഗ്ലീഷ് അക്കാഡമി എന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നൊരു കോഴ്സ്, അത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇവൻ 2 പ്രാവശ്യം എനിക്ക് വീഡിയോയുടെ ലിങ്ക് ഇട്ടായിരുന്നു, അവൻ ചെയ്യുന്ന വീഡിയോയുടെ. എന്നോട് പറഞ്ഞു, നീ എനിക്കൊരു ഒപ്പീനിയൻ തരണം. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഒരുമിച്ച് പഠിക്കുക. കാരണം 5ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രിക്ക് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഇവരൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു ഈഴവ ഫാമിലിയിൽ നിന്നുള്ളവർ. അത് ഞാൻ അവൻ്റെ അക്കാഡമി എൻ്റെ ഇംഗ്ലീഷ് എല്ലാം കേട്ട് ഞാൻ അവന് കൂടെ കരുതി. ഞാൻ എടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ശരിയാണ്, സെൻറ്റൻസ് ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നിൻ്റെ പ്രൊണൗൺസിയേഷനും നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡെലിവറിയും സീറോയാണ്. അതുകൊണ്ട് നീ ബേസിക്കായിട്ട് പഠിക്കേണ്ടത്, നീ ഒരു ഓൺലൈൻ ടീച്ചറെ വെക്കുകയോ അല്ലെങ്കിൽ നല്ല സംഭവത്തിൽ നിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാക്കി എടുക്കണം. എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്ന സെൻറ്റൻസ് മേക്കിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയാം, ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് പറയുന്നത് എൻ്റെ തെറ്റുകളെന്ന്. ഞാൻ പറയാം, അതാണ് ഏറ്റവും വലിയ തെറ്റ്. നീ ഇത് പഠിച്ച് ശരിയായില്ല എങ്കിൽ നീ ഒരു അധ്യാപകനെ ആകുന്നില്ല. കാരണം നീ ഇപ്പോൾ പറയുന്നത് മുഴുവനും തെറ്റായ രീതിയിലാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥി അതേ തെറ്റാവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഞാൻ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡൊക്കെ പറയുകയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചത് ഒരു പാട്ടുണ്ട്, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ാമൻ ഓമന കുഞ്ചുവാണ്, പഞ്ചാര ബിറ്റാണോ തിന്നാണോ നടന്നു കുഞ്ചു എന്നൊക്കെ പാട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാട്ടാണ്. ബേസിക്കലി ആ കുഞ്ചുവിൻ്റെ പാട്ടെന്ന് പറഞ്ഞ പഞ്ചാരയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റുകൾ ഇതേപോലെയുള്ള ഊളത്തരമായ പാട്ടുകളും രാഗി പറക്കുന്ന ചെമ്പരൻ്റെ, അതായത് ഔട്ട്ഡേറ്റഡായ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു തേർഡ് റേറ്റഡ് ഗെയിമാണ് കേരളത്തിലെ സ്കൂൾ എഡ്യൂക്കേഷൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലോകം എങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇന്നത്തെ ന്യൂസ് ചാനൽ നോക്ക്. കേരളത്തിലെ ആന അവിടെ ഇളകി, ആന വളി വിട്ടു, ആന കുറുക്ക് ചാടി, ഇതല്ലേ ന്യൂസ് ചാനൽ 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണോ ഒരു ജനറേഷൻ കാണേണ്ട സാധനം? ഇവിടെ എത്ര പേർക്ക് ജിയോ പൊളിറ്റിക്സിനെ പറ്റി അറിയാം? എത്ര കുട്ടികൾക്ക് ലോകത്ത് നടക്കുന്ന ടെക്നോളജിയെ പറ്റി അറിയാം? ഇതൊക്കെ കേൾക്കാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ സ്കൂളിലെ അധ്യാപകരും കോളേജിലെ അധ്യാപകരും നിങ്ങളുടെ രക്ഷകർത്താവ് എത്ര പേർക്കറിയാം? ഓപ്പൺ AI, ChatGPT എത്ര പേർക്കറിയാം? എൻ്റെ ചോദ്യമാണ്, ഓപ്പൺ AI, ChatGPT എത്ര പേർക്കറിയാം? അതുപോലും അറിയാത്ത ആൾക്കാരാണ് സ്കൂളിലെ അധ്യാപകരും കോളേജിലെ അധ്യാപകരും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിമാൻഡ് അതാ. കാരണം വരാൻ പോകുന്ന 2-3 വർഷത്തിനുള്ളിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസ് മോഡൽ, അതായത് ChatGPT, അതായിരിക്കും ലോകത്തെ മുഴുവനും ഭരിക്കുന്നത്. അതിനെപ്പറ്റി എത്ര പേർക്കറിയാം? ഇതൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിരൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഭരിക്കുന്ന ഈ പറയുന്ന ശിവൻകുട്ടിയാണെങ്കിലും ആ മൊണ്ണ ബിന്ദു ടീച്ചർ അവർക്ക് ഇതറിയത്തില്ല എന്ത് ചെയ്യുന്നതാണ്. അതായത് ഞാൻ ഈ പറയുന്ന ടൂൾസ് എല്ലാം ഉപയോഗിക്കുന്നയാളാണ്. കാരണം എനിക്ക് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ സമയം അത്ര ലാഭമാണ്. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ കേൾക്കുന്ന രക്ഷകർത്താക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന വലിയ പുസ്തകവും കെട്ടുമായിട്ടൊന്നും സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന 2000 രൂപയുടെ പാഡ് കിട്ടും, ചൈനീസ് മെയ്ഡാണ്. ഈ സ്കൂളിലെ ടെക്സ്റ്റ് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ചാറ്റ് GPT അതിൻ്റെ അകത്ത് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ചാറ്റ് GPTയോട് ചോദിച്ചാൽ മതി, എന്താണ് ഈ ടെക്സ്റ്റ്, എന്താണ് ഈ സംഭവം, എന്താണ് പഠിക്കേണ്ടത്. അതിൽ നിങ്ങൾ 1 മാസം ഈ കുട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്ക്. ആ കുട്ടി 100% മാറിയിരിക്കും. എന്നിട്ട് ചാറ്റ് GPT തിരിച്ചു പറയും. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി നീ എന്ത് പഠിക്കണം, നീ എന്ത് പഠിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും? നമ്മുടെ ഏതെങ്കിലും സ്കൂളിലെയോ കോളേജിലെയോ അധ്യാപകർക്ക് പറയാൻ പറ്റുമോ? ആ ഒരു ജനറേഷനിലാണ് നമ്മൾ പോകുന്നത്. അതിനെപ്പറ്റി പോലും ബോധമില്ലാത്ത അധ്യാപകർ, ഗ്ലോബലായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി ബോധമില്ലാത്ത അധ്യാപകർ, മുഴുവനും രാഷ്ട്രീയമായിട്ട് നശിപ്പിച്ച് നമ്മുടെ സ്കൂളും എഡ്യൂക്കേഷൻ നശിപ്പിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയക്കാർ. ഇത് ക്ലബ് ചെയ്ത് പോകണോ? ലോകത്തെ അറിഞ്ഞിട്ട് പോകണം. ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ ജിയോ പൊളിറ്റിക്സിൻ്റെ ഈ സംഭവം വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം പല ആൾക്കാർക്കും ഞങ്ങൾക്ക് അറിയത്തില്ല ക്ലാപ്പാന്നൊക്കെ പറയും. ഇപ്പം ഞാനൊരു ജിയോ പൊളിറ്റിക്കൽ വീഡിയോ ഒന്ന് മാറിക്കഴിയുമ്പോൾ എനിക്ക് മെസ്സേജോട് മെസ്സേജ് അതിനെപ്പറ്റി പറയും, ഇതിനെപ്പറ്റി പറ. കാരണം ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. കാരണം അത് അവൻ്റെ ലൈഫിനെ ബാധിക്കുന്ന സംഭവമാണ്. കാരണം ഗ്ലോബലായിട്ട് എന്ത് നടന്നു കഴിഞ്ഞാലും ഒരു സാധാരണക്കാരനെ ബാധിക്കും. അതായത് ക്രൂഡ് ഓയിലിന് വില കൂടിയാലും കുറഞ്ഞാലും അത് സാധാരണക്കാരനെ, അവൻ്റെ ലൈഫിനെ, അവൻ്റെ എക്കോണമിയും അവൻ്റെ ലൈഫ് സ്റ്റൈലിനെ എല്ലാം ബാധിക്കും. ഇതനുസരിച്ചുള്ള ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഈ കുട്ടികളുടെ അവർക്ക് പാഡ് മേടിച്ചു കൊടുക്കുകയും, അതായത് എഡ്യൂക്കേഷൻ പാഡ് മേടിച്ചു കൊടുക്കുകയും 2,500 രൂപയുണ്ട് ഇതിൻ്റെ വില. അതിൻ്റെ അകത്ത് വൈഫൈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാറ്റ് GPT അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക, ടെക്സ്റ്റ് ഡൗൺലോഡ്, പുസ്തകങ്ങൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചാറ്റ് GPTയോട് ചോദിക്കുക, അത് ഓരോന്നായിട്ട് പറഞ്ഞു തരും. പിന്നെ എനിക്കൊരു അഡ്വൈസ് ഉണ്ട് നിങ്ങളോട്. റീസെൻ്റ്ലി ഫ്രാൻസിൽ നടന്നൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. അത് 2 വർഷം 3 വർഷം കൊണ്ട് നടന്നൊരു ടെസ്റ്റാണ്, ലാബ്, ഒരു റിസർച്ച് സർവേയാണ്. അതിനകത്ത് ഈ മൊബൈൽ കൊണ്ടുപോകാത്ത കുട്ടികളുടെ പെർഫോമൻസ് കൂടിയാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് വളരെ ഡേറ്റ വെച്ചാണ് ഞാനിത് കണ്ടത്. എക്കണോമിസ്റ്റ് വീക്കിലിയിലാണ് ഇത് വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 17-18 വയസ്സുള്ള കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കരുത്. കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ മോശമായ പല കാര്യങ്ങൾ, കാരണം അവരെക്കാളും മോശമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉണ്ടാകും. അതിന് പകരം അവരെ ചാറ്റ് GPT എന്ന് പറയുന്ന സാധനം, അതായത് ഓപ്പൺ AI ചാറ്റ് GPT, അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പല കള്ളത്തരം കയറി വരും. അതിൻ്റെ അകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഓപ്പൺ AI ചാറ്റ് GPT. അപ്പോൾ ഇതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചോദിക്കുക. ഇത് മനസ്സിലാക്കുക, ഇത് ബേസ് വേർഷനുണ്ട്, പെയ്ഡ് വേർഷനുണ്ട്. പെയ്ഡ് വേർഷന് പണം കൊടുക്കും, നല്ല പണം കൊടുക്കേണ്ടി വരും. പക്ഷേ ബേസ് വേർഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്, കാരണം ഫ്രീ ഔട്ട്സോഴ്സ് ആണ്. ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് പഠിക്കാൻ കൊടുത്തേ. ഞാൻ ചലഞ്ച് ചെയ്യാം, 1 മാസം കൊണ്ട് ഇവിടെ ഒന്ന് മാറുക. കാരണം ടീച്ചേഴ്സിനേക്കാളും 1000 മടങ്ങ് ബെറ്ററാണ് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണം ആ ലാംഗ്വേജ് പറഞ്ഞു തരും. ഇന്ത്യൻ ലാംഗ്വേജ് വേണോ, തമിഴ് വേണോ, മലയാളം വേണോ, ആ ലാംഗ്വേജ് പറഞ്ഞു തരും. എന്നിട്ട് അതിനോട് ചോദിക്കും, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കൂ. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ടീച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൈ തരും. അതാണ് ടെക്നോളജി. അവിടെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളും ഈ മറ്റേ പഞ്ചായത്ത് ഈ സാധനം പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വിഡ്ഢികളായ നമ്മുടെ സിലബസും അധ്യാപകരും രാഷ്ട്രീയക്കാരും നമ്മുടെ കുഞ്ഞുങ്ങളെ തൊലയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടികളെ കേരളത്തിൻ്റെ സിലബസിൽ നിന്നും ഈ മലയാളം മീഡിയത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല CBSEയുടെ ICSEയുടെ ഒക്കെ സംഭവത്തിൽ കൂട്ടിച്ചേർത്ത് അവർക്ക് ഈ പുതിയ ടൂൾസ് കയ്യിൽ കൊടുക്കുക, അവരെ അതിനകത്ത് അഡിക്ഷനാക്കി എടുക്കുക. അതോടുകൂടി ഈ കുട്ടികളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഗ്ലോബൽ രീതിയിലോട്ടായി മാറും.